ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. പൊതുജനാരോഗ്യ രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ ആരോഗ്യരംഗത്ത് അടുത്തിടെയായി ഉണ്ടാകുന്ന പല സംഭവങ്ങളും ആശുപത്രികളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നടത്തിപ്പിൽ സർക്കാരിൻ്റെ കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെടുന്നവയാണ്. കേരളത്തിലെ പല ജില്ലകളിലും ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാത്ത അവസ്ഥ കാരണം സർക്കാർ ആശുപത്രികളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ പലതും അടച്ചിടേണ്ട അവസ്ഥയാണുള്ളത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം ആപൽക്കരമാണ്. സർക്കാർ സർവീസിൽ നഴ്സുമാരുടെ 1000-ഓളം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നുണ്ടെന്നാണ് അറിവ്. എത്ര തസ്തികയുണ്ടെന്നോ എത്രയെണ്ണം ഒഴിഞ്ഞു കിടക്കുന്നു എന്നോ സർക്കാരിന് ധാരണയില്ലെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ആരോപിക്കുന്നു. ജില്ലാ നഴ്സിംഗ് ഓഫീസർമാരുടെ 14 തസ്തികകളും നഴ്സിംഗ് ഓഫീസർ 1ഉം 2ഉം ഗ്രേഡ്, നഴ്സിംഗ് സൂപ്രണ്ട് എന്നീ തസ്തികകളിൽ 75ഓളം തസ്തികകളും ഒഴിഞ്ഞുകിടക്കുന്നതായാണ് വിവരം. ഹെഡ് നഴ്സ്, സ്റ്റാഫ് നഴ്സ് തുടങ്ങി 400-ലധികം തസ്തികകൾ വേറെയും ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് ഒഴിവുകൾ കൂടുതൽ. രോഗികളുടെ പരിചരണത്തിന് ഡോക്ടർമാർക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ളവരാണ് നഴ്സുമാരും. സദാസമയവും രോഗികൾക്കു വേണ്ടി സേവന നിരതരാകേണ്ടവരാണ് നഴ്സുമാർ. 100-ലേറെ വർഷം പഴക്കമുള്ള തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയെയും ജനറൽ ആശുപത്രിയെയും കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. ജനറൽ ആശുപത്രിയിൽ 1960-ലെ സ്റ്റാഫ് പാറ്റേൺ പ്രകാരമാണ് ജീവനക്കാരുള്ളത്. 13 വാർഡുകളിലായി 746 കിടക്കകളാണ് ജനറൽ ആശുപത്രിയിൽ ഉള്ളത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ മാനദണ്ഡ പ്രകാരം 5 കിടക്കകൾക്ക് ഒരു നേഴ്സ് വേണമെന്നാണ് കണക്ക്. എന്നാൽ ഇവിടെ ഒരു വാർഡിന് ഒരു ഷിഫ്റ്റിൽ ഒരു നേഴ്സ് മാത്രമാണ് ഡ്യൂട്ടിയിൽ ഉണ്ടാവുക. ഒരു വാർഡിൽ 60 മുതൽ 70 വരെ രോഗികൾ ഉണ്ടാകും. ഇവർക്ക് മരുന്നും ഇഞ്ചക്ഷനും രാവിലെ മുതൽ നൽകാൻ തുടങ്ങിയാൽ ഉച്ചയാകും ഇതു തീരാൻ. ഇത്രയേറെ നഴ്സുമാരുടെ കുറവ് അനുഭവപ്പെട്ടിട്ടും ആരോഗ്യവകുപ്പിന് യാതൊരനക്കവുമില്ല. ജനങ്ങളെ ആരോഗ്യം സംരക്ഷിക്കുമെന്ന് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു ജനങ്ങളുടെ സംരക്ഷണവും അവരുടെ ആരോഗ്യത്തെയും അത് പറഞ്ഞുകൊണ്ടാണ് എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ ഒരു ഗവൺമെൻറ് കേരളത്തിൽ നന്നായി കാര്യങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ ആരോഗ്യരംഗത്തെ ഇടപെടലുകളാണ്. പലപ്പോഴും നമ്മളത് കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴെന്നാൽ അതിന് പതിവിന് വിപരീതമായിട്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം അതിന് ഈ ജനറിക് മെഡിസിൻ വരെ ശരിക്കും ജനങ്ങൾക്ക് കൊടുത്തു തുടങ്ങുന്ന ഒരു രീതിയൊക്കെ ഗവൺമെൻറ് അനൗൺസ് ചെയ്തെങ്കിലും ഇതൊക്കെ വെറും പരസ്യമാണ്. ശരിക്കും പരസ്യം ഉണ്ടാക്കുക മാത്രമാണ് ആരോഗ്യരംഗം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രവർത്തന മേഖലയിൽ വളരെ ഫെയിലിയറാണ്. ഒരു ഡോക്ടറുടെ മുമ്പിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു രോഗി, വേദന കൊണ്ട് പെടുന്ന രോഗി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാരാരോഗം ബാധിച്ചവർ, അതുപോലെ തന്നെ നല്ല പനി പിടിച്ചവർ ഒക്കെ ഒരു ഡോക്ടറുടെ മുമ്പിൽ എത്തണമെങ്കിൽ പരമാവധി ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ രംഗത്ത്, ആരോഗ്യരംഗത്ത് ഒരു മന്ത്രി ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ഹെൽത്ത് ഡയറക്ടറേറ്റ് ഉണ്ടെന്ന് പറയുന്നു. അവരെന്തെങ്കിലും ഈ രംഗത്ത് ഇടപെടുന്നതായിട്ട് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഇന്നുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എത്രയധികം സംഭവങ്ങൾ എന്തായാലും ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ വില കൂടിയാലോ അല്ലെങ്കിൽ അത് കിട്ടാനില്ലാതെ വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ മെഡിക്കൽ രംഗത്ത് ഉണ്ടായിരുന്നാലോ ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ യാതൊരു വിധത്തിലുള്ള നടപടികളും ഇതുവരെ ഉണ്ടായിട്ട് കാണുന്നില്ല. അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ പ്രക്ഷോഭം ഒന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൽക്കാല നടപടിയെടുക്കുകയും പിന്നെ അവസാനം ആ നടപടികളെല്ലാം തെറ്റായിരുന്നുവെന്നും അവരുടെ ഭാഗത്തൊരു തെറ്റില്ല എന്നുള്ള കണ്ടെത്തി അവരെ ക്ലീൻ ചിറ്റ് കൊടുത്ത് വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കുന്നൊരവസ്ഥയുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വാർഡുകളുടെ കോമ്പൗണ്ടിന് പുറത്താണ് അത്യാഹിത വിഭാഗം, ബ്ലഡ് ബാങ്ക്, ലാബ്, എക്സ്റേ യൂണിറ്റ്, OP എന്നിവ പ്രവർത്തിക്കുന്നത്. ഇതിൽ ക്ലിനിക്കൽ ലാബിൽ നിന്നും ബയോകെമിക്കൽ ലാബിലേക്ക് പോകാൻ കമ്പി കൊണ്ടുള്ള ചുറ്റിക്കയറാവുന്ന പടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ കയറി അടുത്ത ബ്ലോക്കിൽ കടക്കണമെങ്കിൽ ജീവനക്കാർ സർക്കസ് പഠിച്ചിരിക്കണം. ജീവനക്കാരുടെ കുറവ് കാരണം ജനറൽ ആശുപത്രിയിൽ ജെറിയാട്രിക് മെഡിസിൻ, കൊറോണറി, പീഡിയാട്രിക് എന്നീ വിഭാഗങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഇവിടെ ആകെ ജനറൽ മെഡിസിനിൽ മാത്രമാണ് PG കോഴ്സ് ഉള്ളത്.
കൂടുതൽ PG കോഴ്സുകൾ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ആരോഗ്യവകുപ്പ് യാതൊരു നടപടിയും എടുക്കുന്നില്ല. മാലിന്യ സംസ്കരണമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ആശുപത്രിക്ക് സ്വന്തമായി ഒരു ഇൻസിനേറ്റർ ഇല്ല. ആശുപത്രിയും പരിസരവും വൃത്തിയാക്കാറുണ്ടെങ്കിലും ചവറുകൾ സംസ്കരിക്കാൻ സംവിധാനമില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആശുപത്രിയിൽ തന്നെ കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുമില്ല. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ദിവസവും 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. നിന്നു തിരിയാൻ പോലും പറ്റാത്ത ഒരു ചെറിയ മുറിയാണിത്. ചെറിയ മുറിയും ആളുകളുടെ തിരക്കും കാരണം അത്യാഹിതത്തിലെത്തുന്ന രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാതെ പോകുന്നു. കോടിക്കണക്കിന് രൂപയാണ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ്, നിർമ്മാണ ചെലവുകൾ പറഞ്ഞ്, പുതിയ പുതിയ ബ്ലോക്കുകളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ചികിത്സാ രംഗത്തെ അത്യാവശ്യം ഉള്ള മരുന്നുകൾ, എമർജൻസി ആയിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗിക്ക് കൊടുക്കേണ്ട മരുന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല. ഒരാളിനി വണ്ടി ഇടിച്ചിട്ടൊക്കെ പോകണമെങ്കിൽ വളരെ വിഷമം തോന്നുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ആക്സിഡൻറ്റ് രംഗം തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ആക്സിഡൻറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ രാത്രി സഞ്ചരിച്ച് പോകുന്ന ആളിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, രാത്രി കാലങ്ങളിലാവട്ടെ പകലാലും, അയാൾ കുറഞ്ഞത് ഒരു 5000 രൂപയെങ്കിലും പോക്കറ്റിലുണ്ടാവണം. 600 രൂപയാണ് ഒരു സ്കാനിങ്ങിനേക്ക് അടയ്ക്കേണ്ടത്. അതുപോലെ എക്സ്റേക്ക് പണം അടയ്ക്കണം. ഈ ആളുണ്ടായിരുന്ന പോലെ ആൾ വേണം, പണം വേണം, സംവിധാനം വേണം. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഒരു രോഗിക്ക്, ഒരു സാധാരണക്കാരന് ഒരു ബെഡ് കിട്ടില്ല, വരാന്ത കിട്ടുന്നത്. അതാണ് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ. പക്ഷേ ഇത് മനഃപൂർവ്വം, ബോധപൂർവം കണ്ടില്ല എന്നടിക്കുന്നു. ഈ പുതിയ പുതിയ സംവിധാനങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിന് സ്ഥാനചലനം സംഭവിക്കാതിരിക്കാൻ വരെ പണം കൊടുക്കണമെന്നാണ്. ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് സാധാരണക്കാരന് ഒരു നീതിയും ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ വളരെയേറെ നല്ല ലെവലിൽ അവരെ കാണുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നില്ല. ഇവിടെ നിരന്തരം കൈക്കൂലി വാങ്ങിച്ചും കൊണ്ട് ഈ ആശുപത്രി മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഹെൽത്തിലെ സ്റ്റാഫുകൾക്ക് പോലും ഒരു മുൻഗണന ഇവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ഡോക്ടർമാർ വളരെ മോശമായ ലെവലിൽ ഇവിടെ പെരുമാറുകയാണ്. പാവപ്പെട്ടവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തിനു വന്നു എന്ന് ഒരു ഡോക്ടർ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ വെറുതെ കെട്ടിടങ്ങൾ വെച്ച് കൂട്ടുകയാണ്. നാട്ടുകാരെ സംരക്ഷിക്കാൻ ഒരാൾക്കും സമയവുമില്ല. പനിക്കും മുറിവിനും എല്ലാം പാരസെറ്റമോൾ അവിടെ കൊടുക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ പോക്കറ്റ് ഇരിക്കുക. പൈസയാണ് അവർക്ക് വിഷയം, അല്ല നാട്ടുകാരും സാധാരണക്കാരും ഒന്നും. ആരെങ്കിലും പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ആ ഡോക്ടർ പറയും അവിടെ പോയി നോക്കി, അവിടെ പോകുമ്പം ഇങ്ങോട്ട് വരാൻ പറയും. ഇങ്ങനെ കണ്ടിട്ട് ഈ പന്ത് കളിക്കാൻ രോഗികളെ കൊണ്ട് ദയനീയ അവസ്ഥയാണ് ഈ ആശുപത്രി. രക്തബാങ്ക് മന്ദിരത്തിലെ ശുചിത്വമില്ലായ്മയെക്കുറിച്ച് പരാതികൾ ഏറി വരികയാണ്. രക്തം ശേഖരിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും ഉണ്ടാകുന്ന പാകപ്പിഴകൾ അണുബാധയ്ക്കും കാരണമാകുന്നു. ഈ ജോലികൾക്ക് നിയോഗിക്കപ്പെടുന്നവരുടെ പരിചയക്കുറവും ഇവിടുത്തെ ശുചിത്വമില്ലായ്മയും കണ്ടില്ലെന്നു നടിക്കുകയാണ് അധികാരികൾ. അണുവിമുക്തമായി സൂക്ഷിക്കേണ്ട ഇടങ്ങൾ പോലും പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ഡോക്ടർമാരും മറ്റു ജീവനക്കാരും തരം കിട്ടിയാൽ ആഘോഷങ്ങളും സദ്യയും ഒരുക്കാൻ IC യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നു എന്നറിയുമ്പോൾ അനാസ്ഥയുടെ ഭീകരമുഖം വ്യക്തമാകും. മറ്റൊരു പ്രധാന പ്രശ്നമാണ് കുടിവെള്ളം. കേരളത്തിലെ മിക്ക സർക്കാർ ആശുപത്രികളിലും 24 മണിക്കൂർ കുടിവെള്ളം നൽകാൻ ജല അതോറിറ്റിക്ക് കഴിയുന്നില്ല. പലപ്പോഴും കുടിവെള്ളം കിട്ടാത്തത് കാരണം രോഗികളും ജീവനക്കാരും ദുരിതത്തിലാവുകയാണ് പതിവ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ ഏക ആശ്രയം സർക്കാർ ആശുപത്രികളാണ്. ഭക്ഷ്യധാന്യങ്ങളിലും പച്ചക്കറികളിലും കീടനാശിനികളുടെ അമിത ഉപയോഗവും ജീവിതശൈലിയിലെ മാറ്റങ്ങളും രോഗികളുടെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ട്. താലൂക്ക്, ജില്ലാ ആശുപത്രികളിൽ വേണ്ട അടിസ്ഥാന സൗകര്യവും ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ളവരുടെ സേവനവും ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. ഒരു രോഗിക്ക് ചികിത്സിച്ചപ്പോൾ ആ രോഗം മാറ്റാവുന്ന മരുന്ന് മറ്റ് രോഗികൾക്ക് ചിലപ്പോൾ അത് മാരകമായേക്കാം. മാത്രമല്ല, ഒരു രോഗമായിട്ട് ചെല്ലുമ്പോൾ ആ രോഗം എന്ത് രോഗമാണ്, നമ്മുടെ ശാരീരികമായ വിഷമതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഡോക്ടർ അടുത്ത് പറയുമ്പോൾ ഡോക്ടറാണ് രോഗം നിശ്ചയിക്കുന്നത്. ആ രോഗം നിശ്ചയിക്കുന്ന അതേ രോഗം തന്നെയാണ് എന്ന് മറ്റൊരാൾ, ഒരു രോഗിയായിട്ട് പോകുന്ന ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മറ്റൊരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പൊതുവായ പ്രവണത, സ്വകാര്യ മെഡിക്കൽ രംഗത്തുള്ള ആരും തന്നെ ഈ രോഗിയുടെ ചികിത്സയുടെ റെക്കോർഡുകൾ കക്ഷിയുടെ കയ്യിൽ കൊടുത്തേക്കില്ല. ആശുപത്രി തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്.
അത് കാരണം എന്താണ് ആശുപത്രിയിൽ ചികിത്സിച്ചതെന്നോ എന്താണ് ആശുപത്രി കണ്ടെത്തിയതെന്നോ ഉള്ള കാര്യം മറ്റൊരു ഡോക്ടറെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. വീണ്ടും ഒന്നേന്ന് ചികിത്സകൾ ആരംഭിക്കേണ്ടി വരുന്നു. ഇത് മെനക്കെടോർത്ത് അതേ ഡോക്ടറെ തന്നെ അതേ ആശുപത്രിയിൽ തന്നെ രോഗി വീണ്ടും സമീപിക്കുമ്പോൾ ആ ഡോക്ടറോ ആ ആശുപത്രി അധികൃതരോ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. രാത്രി 10:30 മണിക്ക് ഡൽഹിയിൽ നിന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി. എൻ്റെ മകൻ എയർപോർട്ടിൽ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്, ഡ്രൈവറുണ്ട്. ഞങ്ങൾ വിളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് ആക്സിഡൻറ്റ് കണ്ടു. പെട്ടെന്ന് എനിക്കെന്തോ ഒരു വിഷമം തോന്നി. ബൈക്കിൽ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടീനെ എടുത്തിട്ട് ഞാൻ ഹൈവേന് നേരെ മെഡിക്കൽ കോളേജിൽ പോയി. സാധാരണഗതിയിൽ റോഡ് ആക്സിഡൻറ്റ് ആരും എടുക്കില്ല, കാരണം എല്ലാവർക്കും പേടിയാണ്. കാരണം നൂലാമാലകളാണ്, മൊത്തം നൂലാമാലകൾ. എന്ത് പ്രശ്നമായിരുന്നാലും ശരി അയാളെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ രാത്രി 12 മണിക്ക് ശേഷം എത്തുന്നത്. പോലീസ് കൺട്രോൾ റൂമിലൊക്കെ വിവരം അറിയിച്ചു. ഒരു വണ്ടി ഒരു ആക്സിഡൻ്റ് ആയതിനു ശേഷം 108 എന്ന് പറഞ്ഞ സംവിധാനത്തിൽ വിളിക്കുന്നു. മണിക്കൂറുകളോളം അവർ ഇതാ വരുന്നു എന്ന് പറയുന്നില്ല, സംവിധാനമില്ല. പോലീസിനെ വിളിക്കുന്നു. പോലീസ് ഹൈവേ പെട്രോൾ വന്നു. ഹൈവേ പെട്രോൾ വന്നിട്ടോ ഈ ഹൈവേ പെട്രോൾ വന്ന വാഹനത്തിൽ വേണമെങ്കിൽ ഈ പേഷ്യൻറ്റിനെ ഈ കിടക്കുന്ന ആളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവരതിനെ ആലോചിക്കുകയാണ്. അവർ ആംബുലൻസിനെ വിളിച്ചിരിക്കുകയാണ്, പോലീസിൻ്റെ തന്നെ ആംബുലൻസിൽ. ഇതൊക്കെ മറികടന്നിട്ടാണ് ഒരാളിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചത്. അവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. കേരളം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് തലയിൽ കൈവച്ചു. ഈ കൊണ്ടുപോയ പേഷ്യൻറ്റിന് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. ശരിക്കും വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സാധാരണമായിട്ട് എല്ലാവർക്കും അറിയാം. അവിടെ ചില പേരിൽ ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒടിവുണ്ട്, ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ഒക്കെ ഉണ്ട്. ഞങ്ങൾ സ്ട്രെച്ചറിലേക്ക് കടത്തി ഡോക്ടറെ കണ്ടു, കാണിച്ചു, സംസാരിച്ചു. അതിനുശേഷം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യപ്രാപ്തിയുള്ള ഒരു ഡോക്ടേഴ്സ് പോലും മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ രാത്രി ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അത് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടമാണ്. രാത്രികാലങ്ങളിൽ അപകടങ്ങൾ പെടുന്നവർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്ത് ചികിത്സിക്കണമെന്നറിയില്ല. ഈ നിൽക്കുന്ന ഹൗസ് സർജൻസിൻ്റെ കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ ആ ഡോക്ടർ അവിടെ ഇല്ലാതെ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ഇപ്പോൾ എപ്പോഴും ഇതിനകത്ത് ചെയ്യാനൊക്കെ സഹായികൾ എപ്പോഴും ആവശ്യമാണ്. പക്ഷേ ഹൗസ് സർജൻസ് ആവശ്യമാണ്, പഠിക്കുന്ന PG സ്റ്റുഡൻസ് ആവശ്യമാണ്. എപ്പോഴും ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കാഷ്വാലിറ്റിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അതപ്പോൾ ചെയ്യണം, എങ്കിലേ രോഗി രക്ഷപ്പെടത്തുള്ളൂ. കേരളത്തിൽ നഴ്സിംഗ് പൂർത്തിയാക്കിയ ഒട്ടേറെ യുവതി യുവാക്കൾ വിദേശത്തേക്ക് ജോലി തേടിപ്പോകുന്നതും ഇവിടെ അവസരങ്ങൾ കുറവായതുകൊണ്ടാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങുന്നതിലെ അഴിമതി കഥകൾക്കും ഏറെ പഴക്കമുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ഇടപാടുകളിൽ നടന്ന ക്രമക്കേട്. 2013 സെപ്റ്റംബർ മുതൽ 2014 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ക്രമക്കേടുകൾ നടന്നത്. ആശുപത്രി വികസന സമിതി ഫണ്ട് കൈകാര്യം ചെയ്തതിലും കോമ്പൗണ്ടിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കിയതിലും നടത്തിയ പണമിടപാടുകളിലാണ് അഴിമതി നടന്നത്. 2647 രോഗികളുടെ ഇൻഷുറൻസ് തുകയായ 85 ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2014-15 2750 രോഗികളുടെ ഇൻഷുറൻസ് തുകയായ 14 ലക്ഷത്തിലേറെ രൂപയും കൊടുക്കാനുണ്ടെന്നാണ് അറിയുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രികൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം റെഫർ ചെയ്തെത്തുന്ന രോഗികൾ പലപ്പോഴും ആരുടെയൊക്കെയോ പരീക്ഷണ വസ്തുക്കൾ മാത്രമാണ്. രോഗം തിരിച്ചറിയാനും ചികിത്സിക്കാനും കഴിവുള്ള ഡോക്ടർമാരുടെ എണ്ണം കുറയുകയും തട്ടിമുട്ടി പാസ്സായി വരുന്ന ഡോക്ടർമാർ ചെറിയ ഡോക്ടർമാരുടെ ചെറുകിട ഡോക്ടർമാരെ അല്ലെങ്കിൽ വ്യക്തമായിട്ട് അറിയാൻ പാടില്ലാത്ത ഡോക്ടർമാരുടെയോ കസ്റ്റഡിയിൽ ചെന്ന് ചാടുകയും അവർ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ആ രോഗിയെ മാറ്റുകയും അയാൾ പല മരുന്നുകളും കൊടുത്ത് ഈ രോഗിയെ പരിശോധിക്കുകയും ചില രോഗിയുടെ നല്ല കാലത്തിൽ രോഗം മാറിയെന്ന് വരാം, ഇല്ലെങ്കിൽ രോഗം കൂടുതലായെന്ന് വരാം. രോഗം കൂടുതലാവുകയാണെങ്കിൽ ഡോക്ടർ വേറെ മരുന്ന് കൊടുക്കും. ആ മരുന്ന് കഴിക്കേണ്ട ഈ മരുന്ന് കഴിച്ചാൽ മതി പറഞ്ഞാൽ ആ മരുന്നുകളായിരിക്കും കൊടുക്കുന്നത്. ആ മരുന്നുകൾ കഴിച്ചു വരുമ്പോഴത്തേക്ക് അതും രോഗം ചിലപ്പോൾ കൂട്ടിയേക്കാം, ചിലപ്പോൾ രോഗം കുറഞ്ഞേക്കാം. കുറയുമ്പോഴത്തേക്കും ഡോക്ടർ തീരുമാനിക്കുന്നു ആ മരുന്ന് ഈ അസുഖത്തിന് ആ മരുന്ന് മതി. പിന്നെ അടുത്ത് വരുന്ന രോഗിക്കും ഡോക്ടർ ഈ മരുന്ന് തന്നെ കുറിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നെത്തുന്നുണ്ട്. ഇത് എല്ലാ രോഗികളും സ്വാഭാവികമായും ഡോക്ടർമാരുടെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് മാറുകയാണ്. ഈ പരീക്ഷണ വസ്തുവായിട്ട് മാറുന്നതിൻ്റെ അനുഭവം എന്നത് നമ്മുടെ നിത്യരോഗിയായിട്ട് നമ്മൾ മാറുന്നു. ചെറുപ്രായത്തിൽ തന്നെ വലിയ വലിയ അസുഖങ്ങൾ വന്ന് പിടിപെടുകയും ആ അസുഖങ്ങളിലൂടെ അവസാനം മരണത്തിലേക്ക്
രോഗികൾ നടന്നെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്ന് സംജാതമാവുകയാണ്. ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ അവസ്ഥ ഇന്ന് എന്താണ്? കൃത്യമായിട്ടുള്ള മരുന്നുകൾ കിട്ടാറില്ല. കിട്ടുന്ന മരുന്നുകൾ കുറിച്ചു കൊടുക്കുക എന്നുള്ളൊരവസ്ഥ. ആ മരുന്നുകൾ തന്നെ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ കുറിച്ച മരുന്നുകൾ ആ ആശുപത്രി ചുറ്റുവട്ടത്ത് മാത്രം കാണുന്ന മരുന്നുകളായിരിക്കാം. ആശുപത്രി ചുറ്റുവട്ടം കഴിഞ്ഞ് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ മരുന്ന് കിട്ടാനില്ലാത്ത അവസ്ഥ. അവർക്ക് ഡോക്ടറെ തിരിച്ച് വിളിക്കുകയോ അല്ലെങ്കിൽ മരുന്ന് കടക്കാരൻ നിശ്ചയിക്കുന്ന മരുന്ന് വാങ്ങിച്ച് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതിൻ്റെ പാർശ്വഫലങ്ങൾ അയാൾ സ്വയം അനുഭവിക്കേണ്ടി വരുന്നു. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പം ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ വില ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതലായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് സ്വാഭാവികമായിട്ടും കൂടുതൽ കാണുന്ന ഡയബറ്റിക് പോലുള്ള അസുഖം. ഇപ്പോൾ ഡയബറ്റിക്കേക്കാളേറെ കൂടുതൽ വരുന്നത് ക്യാൻസറും അത്തരം അസുഖങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാ അസുഖങ്ങളും ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ പകർച്ച രോഗങ്ങളല്ലാത്ത ഡയബറ്റിക് മുതൽ ക്യാൻസർ വരെ, അതിനിടയ്ക്ക് കുഴഞ്ഞു വീഴുന്ന മരിക്കലാവാം, ബൈപ്പാസിൻ്റെ ഹാർട്ട് ഡിസീസാവാം, പിന്നെ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങളാവാം, കിഡ്നി ട്രബിളാവാം. ഇതൊന്നും തന്നെ പകർച്ചരോഗങ്ങളല്ല, ഒരു വ്യക്തിയിൽ ഉണ്ടാവുകയാണ്. ആ വ്യക്തിയുടെ ജീവിത ശൈലി കൊണ്ട് വരികയാണ്. ഈ ജീവിതശൈലിയിൽ വരുന്ന അസുഖങ്ങളുടെ ഈ മരുന്നുകൾക്ക് ഇതൊക്കെ ജീവൻ രക്ഷാ ഔഷധങ്ങളിൽ വരേണ്ട കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട എല്ലാവർക്കുമുള്ള ഡയബറ്റിക് ഉൾപ്പെടെ ഈ ജീവൻ രക്ഷാ ഔഷധങ്ങൾക്കുള്ള വില ഓരോ ദിവസം കഴിയുന്നതോറും മരുന്നുകളുടെ എല്ലാം വില കൂടിക്കൊണ്ട് വരുന്നു. എന്നാൽ തന്നെ ആ മരുന്നുകൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വിശ്വസിച്ച് കഴിക്കുന്ന മരുന്ന് നിരന്തരമായ ഉപയോഗം കൊണ്ട് നമുക്ക് തന്നെ അത് ശരീരത്തിനും ആരോഗ്യത്തിനും ഹാനികരമായി മാറിയേക്കാം. ഡോക്ടർമാർക്ക് ഒപ്പിടാനുള്ള രജിസ്റ്റർ സൂക്ഷിക്കാനുള്ള മുറി പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ പൊതുസമൂഹത്തെ അനാരോഗ്യത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ പൊതുജനാരോഗ്യ രംഗത്തുണ്ടാകുന്ന ഇത്തരം അനാസ്ഥകൾ സർക്കാർ ഇടപെട്ട് അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.